ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന. സങ്കീർത്തനങ്ങൾ 118 അധ്യായം മുതൽ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ജനതകൾ എന്നെ വലയം ചെയ്തു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു. എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾപടർപ്പിൽ പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി, ഞാൻ വീഴുമായിരുന്നു. എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവിൻ്റെ വലതു കൈയെ കരുത്ത് പ്രകടമാക്കി. കർത്താവിൻ്റെ വലതു കൈയെ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതു കൈയെ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്നും നിങ്ങളെ ആശ്രയിക്കും. കർത്താവാണ് ദൈവം. അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുകയും ബലിപീഠത്തെങ്കിലേക്ക് നീങ്ങുകയും. അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹാ ക്രിസ്തു കർത്താവിൻ്റെ ജീവസുറ്റ ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുക. അവിടുന്ന് നമ്മെ ചേർത്ത് വയ്ക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. കർത്താവ് പറയുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ആവശ്യമില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന പല വസ്തുക്കളും നമുക്ക് ഒടുവിൽ അവ നമ്മുടെ വേണ്ടപ്പെട്ട അമൂല്യമായ നിധിയായി തീരുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എന്നാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ കാണുക. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകരുത്. അവിടുന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷം കണ്ണു തുറന്ന് നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ ഒരു കൃതജ്ഞത ബലി അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് അത്രമാത്രമാണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 24 മണിക്കൂർ ഉള്ള ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കർത്താവിനായിട്ട് നീക്കി വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മെ ശക്തനാക്കുന്നത്, നമ്മെ വഴി നടത്തുന്നത്, നമുക്ക് ആഹാരം നൽകുന്നത് എല്ലാം അവിടുന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കരുത്. വെറും ഒരു പുഴുവിനെ പോലെയാണ് നമ്മുടെ ജീവിതം. ഒരു പുൽച്ചെടിയെ പോലെ
അത് വാടിപ്പോകാൻ അധികം താമസമില്ല. ഈ ചെറിയ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് അല്പം നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം ആലപിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.